ശ്രീതൊട്ട, ഈ ബി ജെ പിയുടെ ഏറ്റവും വലിയ ഒരു കടമ്പയാണ് ഈ ജാർഖണ്ഡ് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ്. അത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചും നിർണായകമാണ്. ആര് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരുപാട് ആശങ്കകൾ അല്ലെങ്കിൽ അഭ്യൂഹങ്ങളൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നു. ആ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ബി ജെ പിക്ക് തന്നെയാണ് ഒരു മുൻതൂക്കം പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിൽ ഒരു വലിയ മത്സരം തന്നെയാണ് നടന്നത്. അവിടെ ബി ജെ പിക്ക് മുൻതൂക്കം വരുന്നു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മഹാരാഷ്ട്രയിൽ സംഭവിച്ചിരിക്കുക? ആദ്യമേ തന്നെ പറയട്ടെ പാർത്ഥൻ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വരുന്ന ഈ എക്സിറ്റ് പോളുകളെല്ലാം പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. കാരണം ഹരിയാനയിൽ ഇതേപോലെ തന്നെ ഏതാണ്ട് എല്ലാ ഏജൻസികളും പറഞ്ഞിരുന്ന പ്രവചനങ്ങളെ തെറ്റിക്കുന്ന രീതിയിലത്തേക്കാണ് ജനങ്ങൾ വിധി എഴുതിയത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ എക്സിറ്റ് പോൾ റിസൾട്ടുകൾ എത്രത്തോളം ആധികാരികമാണ്, അത് എത്രത്തോളം വലിയൊരു യൂസർ ബേസിനെയാണ് അവർ ഇതിനായിട്ട് തിരഞ്ഞെടുക്കുന്നത്, അതിൻ്റെ സ്പ്ലിറ്റ് എങ്ങനെയാണ് നമുക്ക് അറിയാമല്ലോ. ഈ അർബൻ, സെമി അർബൻ, റൂറൽ, സ്ത്രീ, പുരുഷൻ, ദളിത്, വിവിധ കമ്മ്യൂണിറ്റികൾ, വിദ്യാഭ്യാസമുള്ളവർ, ഇല്ലാത്തവർ, നഗരമണ്ഡലങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. വിദ്യാർത്ഥികൾ എങ്ങനെ ചിന്തിക്കുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ പരിഗണിച്ച് കൃത്യമായിട്ടുള്ള സാമ്പിൾ സൈസിലാണോ എക്സിറ്റ് പോളുകളൊക്കെ നടക്കുന്നത് എന്ന കാര്യത്തിനെപ്പറ്റി നമുക്കറിയില്ല. പക്ഷേ ആണ് എന്നുള്ള ഒരു സങ്കല്പത്തിൽ പറഞ്ഞാൽ ഇത് ബി ജെ പിക്ക് വലിയ രീതിയിലത്തേക്കുള്ള പുതു ഊർജ്ജം നൽകുന്ന രീതിയിലത്തേക്കുള്ള ഫലങ്ങളാണ് ഈ എക്സിറ്റ് പോളിൽ വന്നിരിക്കുന്നത്. കാരണം ജാർഖണ്ഡിനപ്പുറത്തേക്ക് നമ്മൾ മഹാരാഷ്ട്ര മാത്രം നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്ര പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യയിലെ പൊളിറ്റിക്സിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു രാഷ്ട്രീയം പിന്നെ പയറ്റുന്ന, അത് ചർച്ച ചെയ്യുന്ന, പല രീതികളിലേക്കുള്ള അട്ടിമറികൾ കണ്ടിട്ടുള്ള, രാഷ്ട്രീയ സ്വാധീനങ്ങൾ കണ്ടിട്ടുള്ള, പൊളിറ്റിക്കൽ ക്ലൗട്ട് എങ്ങനെയാണ്, ആരാണ് തീരുമാനിക്കുന്നത് എന്നതിനെ പറ്റിയൊക്കെ തന്നെ നിർണ്ണയിക്കുന്നത് കണ്ടിട്ടുള്ള ഒരു ഭൂമിയാണ്. ആ ഭൂമിയിൽ ഒരു അപ്പർ ഹാൻഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അത് പൊളിറ്റിക്കലായിട്ട് മാത്രമല്ല, ഭരണപരമായിട്ടാണെങ്കിലും, അതല്ല എങ്കിൽ നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ നിർണായക ശക്തിയായിട്ടൊരു സർക്കാർ മാറുന്ന രീതിയിലത്തേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മൊത്തത്തിൽ അതിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ട്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഒരു സാമ്പത്തിക തലസ്ഥാനം എന്നൊക്കെ പറയാവുന്നത് മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവിടുത്തെ ഭരണം പിടിക്കുക എന്ന് പറയുന്നതും അവിടുത്തെ രാഷ്ട്രീയത്തിൽ വലിയൊരു ഗ്രിപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നതും ഏതൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഇത്തവണ ഒരു പക്ഷേ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം തന്നെ ഒരു വെള്ളിത്താലത്തിൽ പിന്നെ ഇന്ത്യ സഖ്യത്തിന് മുന്നിലേക്ക് വെച്ചു കൊടുത്തതാണ്. കാരണം അവിടെ എൻ സി പിയിൽ ഒരു പ്രശ്നമുണ്ട്, അതേപോലെ തന്നെ അവിടെ ശിവസേനയിൽ പ്രശ്നമുണ്ട്. ഏതാണ് യഥാർത്ഥ ശിവസേന? നമ്മൾ പണ്ട് ഇവിടെ കേരളത്തിൽ കണ്ടതല്ലേ, ജോസഫ് വിഭാഗമാണോ, ജോസ് കെ മാണി വിഭാഗമാണോ ശരിയായ കേരള കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തർക്കമൊക്കെ നടന്നതുപോലെ തന്നെ അവിടെ ഈ എൻ സി പിയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ താക്കറേമാർ തമ്മിലുള്ള തർക്കങ്ങൾ നടക്കുന്നുണ്ട്. അതല്ലാതെ മറ്റു പാർട്ടികളെ ഫേവർ ചെയ്യണോ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ആരാണ് ഡിസൈഡിങ് ഫാക്ടർ എന്നതുമായി ബന്ധപ്പെട്ട് വലിയ കൺഫ്യൂഷൻ ഈ മഹായുതി എന്ന് പറയുന്ന ബി ജെ പി നേതൃത്വം നൽകുന്ന സഖ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ആശയപരമായിട്ടുള്ള ഒരു ക്ലാരിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. ഉദ്ധവ് താക്കറെയുടെ ലീഡർഷിപ്പാണോ അംഗീകരിക്കപ്പെടേണ്ടത്, അതോ ഏകനാഥ് ഷിൻഡേയുടേതാണോ, അതോ മറ്റൊരാളിൻ്റേതാണോ? ഈ രീതിയിലത്തേക്കുള്ള ഒരു തർക്കം അവിടെ ഉണ്ടായിരുന്നു. തന്നെയുമല്ല, ഇതിൽ ഏറ്റവും വലിയൊരു ആശയവൈരുദ്ധ്യം അവരുടെ രാഷ്ട്രീയത്തിൽ നമ്മൾ ഈ സമീപകാലത്ത് കാണുന്നത് തന്നെ ഈ ശിവസേന എന്ന് പറയുന്നത് കുറച്ചുകൂടി ഫാർ റൈറ്റ് പൊളിറ്റിക്സ് ആണ്. ബി ജെ പി അത്രത്തോളം റൈറ്റ് അല്ല. ബി ജെ പി റൈറ്റ് പൊളിറ്റിക്സ് ആണെങ്കിൽ ശിവസേന കുറച്ചുകൂടെ ഫാർ റൈറ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടി എങ്ങനെയാണ് കോൺഗ്രസിനൊപ്പം ചേർന്ന് നിൽക്കാൻ അവർക്ക് കഴിയുക? നമ്മളൊരു രസകരമായിട്ടുള്ളൊരു കാര്യം ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മ ബീഹാറിലെ പഴയ നേതാവായിട്ടുള്ള കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അടുത്ത സമയത്ത് കേന്ദ്ര സർക്കാർ അവിടെ തീരുമാനമെടുക്കുന്ന സമയത്തും ശിവസേനയുടെ സഞ്ജയ് റൗട്ട് അന്നും പറഞ്ഞിരുന്നത്, അദ്ദേഹം രാജ്യസഭാ അംഗമാണല്ലോ, അപ്പോൾ അദ്ദേഹം തന്നെ അവിടെ പറയുന്നത്, നിങ്ങൾ കർപ്പൂരി ഠാക്കൂറിനൊക്കെ കൊടുക്കും, പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾ നമ്മുടെ സവർക്കറിന് കൊടുക്കാത്തത് എന്നാണ് ചോദിക്കുക. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ നിൽക്കുന്ന പക്ഷം ഏതാണ്? നിങ്ങൾ നിൽക്കുന്ന പക്ഷം എന്ന് പറയുന്നത് അവിടെയുള്ള നേതാക്കന്മാരെ, നിങ്ങളുടെ ഐഡിയോളജികളായിട്ടുള്ള ആൾക്കാരെ ഒക്കെ തന്നെ നിങ്ങളുടെ ഒപ്പമുള്ള സഖ്യകക്ഷികൾ അനുകൂലിക്കുന്നവരാണോ എതിർക്കുന്നവരാണോ? ഉദ്ധവ് താക്കറെ തന്നെ ഒരിക്കൽ പ്രസംഗിച്ചതാണ് ഈ രാഹുൽ ഗാന്ധിക്കെതിരെ, നിങ്ങൾ സവർക്കറെ എവിടെ വെച്ചിട്ട് നിങ്ങൾ എതിർത്താലും മഹാരാഷ്ട്രയുടെ മണ്ണിൽ വന്ന് നിങ്ങൾ എതിർത്താൽ ആ നാക്ക് ഞാൻ ചവിട്ടി പിഴുതെടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ അവരുടെ ആശയത്തിന് മാത്രമല്ല അവരുടേതായിട്ടുള്ള ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ ഈ രാഷ്ട്രീയത്തിനെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവർ മറ്റൊരു അവസരവാദ രാഷ്ട്രീയം പിന്തുടരുന്നു എന്ന ആൾക്കാരെ ചിന്തിപ്പിക്കുന്നതിന് കുറേയധികം ആൾക്കാർക്ക് ഈ അവിടെ നടന്നിരിക്കുന്ന പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് ഡ്രാമ ഒക്കെ തന്നെ പ്രേരകമായിരിക്കാം. പക്ഷേ എങ്കിലും ഏതാണ് ശരിയായ ശിവസേന, ആരുടേതാണ് ശരിയായ ശിവസേന,
ശിവസേനയുടെ പൊളിറ്റിക്സ് ആണോ ഇവിടെ സ്വീകരിക്കപ്പെടേണ്ടത്, ബി ജെ പിയോട് ചേർന്ന് നിൽക്കണോ, തുടങ്ങിയ കുറേയധികം കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. കോൺഗ്രസിനാണെങ്കിലും നിരവധി ആശങ്കകളും കൺഫ്യൂഷനുകളും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ഇത്തവണ മഹാരാഷ്ട്രയിൽ അവരൊരു അത്ഭുതം സൃഷ്ടിക്കുമെന്ന രീതിയിലത്തേക്ക് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർ നിരവധിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ അവിടെ വേണ്ടുന്ന കേവല ഭൂരിപക്ഷത്തിന് എനിക്ക് തോന്നുന്നു ഏതോ ഒരു പ്രമുഖ എക്സിറ്റ് പോൾ ഏജൻസിയുടെ അപ്പർ കണക്കിൽ മാത്രമേ ഉള്ളൂ. അതായത് അവർ കോൺഗ്രസിന് കൊടുക്കുന്ന ആ സഖ്യത്തിന് കൊടുക്കുന്നതിൻ്റെ പരമാവധി കണക്കിൽ മാത്രമേ ഒരു എക്സിറ്റ് പോൾ പോലും കോൺഗ്രസ് സഖ്യത്തിന് അവിടെ ഭരണത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യത പോലും പറയുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ആരൊക്കെയാണ് നമ്മുടെ അലൈസ്, നമ്മുടെ സഖ്യകക്ഷികൾ, അവർക്ക് എത്രത്തോളം പ്രാധാന്യമാണ് നൽകേണ്ടത്, ഇതിൽ ഏത് സഖ്യകക്ഷിയുടെ ആൾക്കാരെ എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭരണം തുടർന്ന് നല്ല രീതിയിലത്തേക്ക് കൊണ്ടുപോകാം, നമ്മൾ മുമ്പെടുത്തിരുന്ന തീരുമാനങ്ങളൊക്കെ തന്നെ ശരിയാണ് എന്ന് ഇലക്ടറേറ്റ് ചിന്തിക്കുന്നുണ്ടോ, തുടങ്ങിയ കുറേയധികം കാര്യങ്ങളുടെ വിലയിരുത്തൽ കൂടിയാകും. പക്ഷേ ജാർഖണ്ഡിൽ കുറച്ചുകൂടി ശ്രീചേട്ടാ, അവിടെ ഒരു സംശയം. കാരണം കഴിഞ്ഞ ദിവസം ഏക്നാഥ് ഷിൻഡെ ഒരു വലിയ ചോദ്യം ചോദിച്ചു. രാഹുൽ ഗാന്ധിയോടാണ് അദ്ദേഹം ചോദിച്ചത്. അതായത് നിങ്ങൾക്ക് ബാലാസാഹിബ് താക്കറെയോ അല്ലെങ്കിൽ ശിവജിയെയോ നിങ്ങൾക്ക് ഹിന്ദു ഹൃദയ സാമ്രാട്ട് എന്ന് വിളിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അതൊരു നിർണായകമായ ചോദ്യമായിട്ടാണ് കാണുന്നത്. കാരണം മഹാരാഷ്ട്ര പോലുള്ളൊരു സ്ഥലത്ത് ഏതാണ് യഥാർത്ഥ ശിവസേന എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു അണികൾ ഈ തിരഞ്ഞെടുപ്പോടെ അതിന് മറുപടി പറയുമെന്ന് ഉദ്ധവ് താക്കറെ പറയുമ്പോൾ ഏക്നാഥ് ഷിൻഡെയുടെ ഈ ചോദ്യവും കൂടെ വരുമ്പോൾ കോൺഗ്രസ് യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലായി എന്ന് വേണ്ടേ കരുതാൻ? ഈ കോൺഗ്രസിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐഡിയോളജിക്കലി ഒരേ പക്ഷത്ത് നിൽക്കുന്ന പാർട്ടികളല്ല കോൺഗ്രസിൻ്റെ ഈ വിശാലമായിട്ടുള്ള ഇന്ത്യ സഖ്യത്തിൽ പലപ്പോഴും ഉള്ളത്. ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന ആൾക്കാരെല്ലാവരും ഏറെക്കുറെ ബി ജെ പിയോട് ഒപ്പിച്ച് നിർത്താൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള രാഷ്ട്രീയമോ അല്ലെങ്കിൽ പ്രാദേശിക പരിഗണനകളോ കൊടുക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ശിവസേന അങ്ങനെയല്ല. ശിവസേന എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചുകൂടി തീവ്ര ഹിന്ദുത്വ പറയുന്ന, ബി ജെ പിയേക്കാൾ കൂടുതൽ ഹിന്ദുത്വ പറയുന്ന, ഉപ്പിലിട്ടതിനേക്കാൾ കൂടുതൽ ഉപ്പ് തന്നെയായിട്ടുള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോർ ഐഡിയോളജിയുടെ ഭാഗമായിട്ടാണ് അവരുടെ ഒരു നിലനിൽപ്പ് തന്നെ, അല്ലേ? അതല്ലായിരുന്നുവെങ്കിൽ അവിടെ ബി ജെ പിക്ക് കൂടുതലായിട്ട് ആൾക്കാർ ഫേവർ ചെയ്യാമായിരുന്നു. ബി ജെ പിയുടെ ഹിന്ദുത്വ എന്നത് ഈ ശിവസേനയുടെ ഹിന്ദുത്വയുടെ അത്രയും വീര്യമില്ലാത്തത് കൊണ്ടാണല്ലോ കൂടുതൽ ആൾക്കാർ അവിടെ ശിവസേനയെ പിന്തുണയ്ക്കുന്നത്. അപ്പോൾ ഇതേ പ്രശ്നം അവിടെ ഉണ്ട്. അങ്ങനെയാണ് എങ്കിൽ നിങ്ങളുടെ കോർ ഐഡിയോളജി നിങ്ങൾക്ക് വിട്ടു പറയാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ വലിയ താക്കറെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെ നിങ്ങൾക്ക് ഡിസോൺ ചെയ്യാൻ സാധിക്കുകയില്ല. ശിവാജിക്കുള്ള പ്രാധാന്യത്തിനെ പറ്റി നിങ്ങൾക്ക് അതിനെ തള്ളിക്കളയാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളോട് കോൺഗ്രസ് ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ പ്രശ്നമുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ്. നേരത്തെ ഈ സഞ്ജയ് റൌട്ട് പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ശിവസേനയുടെ കാലാകാലങ്ങളായിട്ടുള്ള ഡിമാൻഡ് എന്ന് പറയുന്നത് വിനായക് ദാമോദർ സവർക്കറിന് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഭാരതരത്ന നൽകണം. പലപ്പോഴും ഈ ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന സമയത്ത് പോലും, ബി ജെ പിക്ക് കേന്ദ്രത്തിൽ അധികാരമുള്ളപ്പോൾ പോലും എന്തുകൊണ്ട് സവർക്കറിന് ഭാരതരത്ന കൊടുക്കുന്നില്ല എന്നുള്ള ഒരൊറ്റ ചോദ്യത്തിൻ്റെ പേരിൽ പലപ്പോഴും ഇവരെ മുൾമുനയിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബി ജെ പി നമ്മൾ തീവ്ര ഹിന്ദുത്വമാണെന്നൊക്കെ പറയുമ്പോൾ പോലും അവർ ഇതുവരെ സവർക്കറിന് ഇതേപോലെ പരമോന്നത ബഹുമതി നൽകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അവരുടെ ഇടയിൽ ആശങ്കയുണ്ട്. പക്ഷേ ശിവസേനയ്ക്കതില്ല. ശിവസേനയ്ക്കതില്ല എന്ന് തന്നെയല്ല, വളരെ വോക്കലുമാണ്. അപ്പോൾ ഇത് ഇവരുടെ കോർ ഐഡിയോളജിയുടെ ഭാഗമാണ്. അവർ പറയുന്ന രാഷ്ട്രീയത്തിൻ്റെ, അവർ പറയുന്ന സ്വത്വ രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള കാര്യത്തിനോട് തള്ളിപ്പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രസ്താവന ഇറക്കിയാൽ അവിടെ എത്ര വോട്ട് കിട്ടും? അവിടെ ഇവരെ ഫേവർ ചെയ്യുന്ന എത്ര ആൾക്കാർ ഇവർക്ക് വോട്ട് ചെയ്യും? അങ്ങനെയാണ് എങ്കിൽ ആരാണ് നല്ലത്? ഇത്തിരി വീര്യം കുറഞ്ഞതാണ് എങ്കിലും ഉപ്പിലിട്ടതാണ് ഭേദം എന്ന് ആൾക്കാർ ചിലപ്പോൾ ചിന്തിച്ചേക്കും. കാരണം ഉപ്പിന് ഉപ്പായി തന്നെ നിൽക്കുമ്പോഴും ഉപ്പിൻ്റെ ഗുണം കാണിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഉപ്പിലിട്ടതാണ് ഭേദമെന്ന് ആൾക്കാർ ചിന്തിക്കില്ലേ? ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് ഒരു എക്സിസ്റ്റൻഷ്യൽ ഇഷ്യൂ ആണ്. എത്ര കാലം ശിവസേനയ്ക്ക് ഈ കോർ ഐഡിയോളജിയെ തള്ളിക്കറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനത്തോടു കൂടി നിലനിൽക്കാനായിട്ട് സാധിക്കും? അധികകാലം കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരവരുടെ പ്രത്യയശാസ്ത്രത്തിൽ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ പയ്യെ ശിവസേന ഒരു കോൺഗ്രസ് പാർട്ടിയായി മാറും. എങ്കിൽ പിന്നെ ആൾക്കാർക്ക് നേരിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുകയോ അതല്ല എങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ മതി എന്നുള്ളൊരു ഘട്ടത്തിൽ വരും. അപ്പോൾ ഇത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന രീതിയിലത്തേക്കുള്ള പല പ്രസ്താവനകളും ഈഗോയുടെ പേരിലാണ് ശിവസേന തുടങ്ങിയത്. നമുക്കറിയാമല്ലോ, ഉദ്ധവ് താക്കറെയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാക്കണോ വേണ്ടയോ ആ കാര്യത്തിലൊരു തർക്കമുണ്ടായിരുന്നോ, ആ കാര്യത്തിലൊരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നോ, ആ എഗ്രിമെൻറ്റ് ബി ജെ പി വയലേറ്റ് ചെയ്തോ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ തർക്കമുണ്ടായത്. ആ തർക്കമുണ്ടായതിനു ശേഷം അതിൻ്റെ പൂർണ്ണമായ ഗുണഭോക്താവാകാൻ വേണ്ടിയിട്ട് ആ പാർട്ടിക്ക് ഇതേവരെ സാധിച്ചിട്ടില്ല. ഈ ഇന്ത്യ സഖ്യത്തിലേക്ക് പോകുമ്പോൾ പോലും നമ്മൾ തന്നെ ചർച്ചകളിൽ എത്രയോ കോൺഗ്രസ്സുകാരെ കാണുന്ന സമയത്ത് ഇതേ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവർ പ്രതിസന്ധിയിലാകും. അപ്പോൾ പിന്നെ ഏകനാഥ് ഷിൻഡെ ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പ്രതിസന്ധിയിലാകുമോ ഇല്ലയോ എന്നുള്ളത് ഒരു സാമാന്യ ഊഹമാണ്.
അത് വളരെ ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നില്ല അവരുടെ ഒരു പൊളിറ്റിക്കൽ എക്സിജൻസിയുടെ ഭാഗമായിട്ട് അവരവിടെ പോയി ഒരു സഖ്യത്തിലേക്ക് ഏർപ്പെട്ടു. നമ്മൾ ഈ ഒരരിശത്തിന് ചാടാം കിണറ്റിലേക്ക്, പക്ഷേ 9 അരിശം കൊണ്ട് തിരിച്ച് കയറാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലത്തെ ഒരു ട്രിക്കി സിറ്റുവേഷനിൽ അവരെവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ളതൊരു വസ്തുതയാണ്. ഇനി ശരിയായ രീതിയിൽ ആൾക്കാരുടെ ഒരു സെൻറ്റിമെൻ്റൽ ഒരു എന്താണ് ഒരു ഇമോഷണൽ കോഷ്യൻറ്റിൻ്റെ ഭാഗമായിട്ട് അവരിപ്പോൾ ഉദ്ധവ് താക്കറെ ഫേവർ ചെയ്തിട്ടുണ്ടോ, അതാണ് യഥാർത്ഥ ശിവസേന എന്നവർ ചിന്തിച്ചിട്ടുണ്ടോ, BJPയോടൊപ്പം നിൽക്കുന്നതല്ല ഒരുപക്ഷെ മഹാരാഷ്ട്രയ്ക്ക് കൂടുതൽ ഗുണം എന്നവർ ചിന്തിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു 23-ാം തീയതി വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഫലപ്രഖ്യാപനത്തിന് വോട്ടെണ്ണലിന് മുന്നോടിയായിട്ട് വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് BJPക്ക് ആശ്വസിക്കാം എന്ന നിലയ്ക്ക് തന്നെയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ജാർഖണ്ഡിലേക്ക് കൂടി പോയി വന്നാൽ ജാർഖണ്ഡിലും BJP തന്നെ മുന്നിൽ എന്നാണ് പറയുന്നത്. അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. അവിടുത്തെ അവിടുത്തെ ഈ ട്രൈബൽസിൻ്റെ ഇടയിൽ BJPയുടെ പ്രചാരണം വളരെ ശക്തമായ നിലയിലുണ്ടായിരുന്നു. അവരുടെ ഭൂമി കയ്യേറി എന്നുള്ള പ്രചാരണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഇലക്ഷനിൽ അവർക്ക് 2 സീറ്റ് മാത്രമാണ് ഗോത്ര മേഖലകളിൽ നേടാൻ കഴിഞ്ഞത്. പക്ഷേ ഇത്തവണ അതൊന്നും ആയിരിക്കില്ല സ്ഥിതി എന്നാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായിരിക്കും ജാർഖണ്ഡിലെ ഒരവസ്ഥ? ജാർഖണ്ഡിൽ നോക്കൂ, അവിടെ വലിയ രീതിയിലത്തേക്കുള്ള ദളിത് പൊളിറ്റിക്സ്, ആദിവാസി പൊളിറ്റിക്സ് ഒക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം അവരെ ഇഗ്നോർ ചെയ്തുകൊണ്ട് അവിടെ യാതൊരു വിധത്തിലുള്ള വികസന പ്രവർത്തനവും നടത്താൻ പാടില്ല. അവരെ കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമേ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പോലും നിങ്ങളുടെ ഐഡിയോളജി അല്ലെങ്കിൽ നിങ്ങളുടെ അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ളതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ തന്നെ നിർണ്ണയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം നിരവധി ട്രൈബൽ ഏരിയകളുണ്ട്, അവർക്ക് അർഹിക്കുന്ന പ്രാധാന്യം അവിടെ നൽകേണ്ടതാണ്. നിങ്ങളുടെ നയപരിപാടികളൊന്നും തന്നെ അവർക്ക് ദോഷകരമായിട്ട് ബാധിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒരു ട്രൈബൽ ഔട്ട്റീച്ച് പ്രോഗ്രാം എന്നൊക്കെ പറയുന്നത് അവിടെയുള്ള എല്ലാ പാർട്ടികളും കാലാകാലമായിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ അതുകൊണ്ട് അവരുടെയൊക്കെ തന്നെ ക്വാളിറ്റി ഓഫ് ലൈഫിൽ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൗട്ട്ഫുള്ളാണ്. അത് ഏത് പാർട്ടി ഭരിക്കുന്ന സമയത്താണെങ്കിലും നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് വോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ഏതെങ്കിലും പാർട്ടികളെയൊക്കെ ഫേവർ ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് അതുകൊണ്ട് അവർക്ക് അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും രീതിയിലുള്ള ആസ് എ ഹോൾ ഒരു ഗുണമുണ്ടായിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ തന്നെ വലിയ തർക്കമുള്ള കാര്യമാണ്. പക്ഷേ മറ്റു പല വിഷയങ്ങളും അവിടെ BJPയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും JMMുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ആണെങ്കിലും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ഇപ്പോൾ ഹേമന്ത് സോറനെ പോലെയുള്ള മുഖ്യമന്ത്രിയെ ഏത് രീതിയിലത്തേക്കാണ് BJPയുടെ അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നിട്ടുള്ളത് നമ്മൾ തന്നെ ഇവിടെ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ ഇത്രത്തോളം സ്വാധീനമാണോ? ഹേമന്ത് സോറനോട് കരുണ കാണിക്കാത്ത, അരവിന്ദ് കെജ്രിവാളിനോട് കരുണ കാണിക്കാത്ത എന്ത് കരുണയാണ് BJPയുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പിണറായി വിജയനോട് കാണിക്കുന്നത് എന്നൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ള രാഷ്ട്രീയം കൂടി പ്ലേ ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു ഭൂമിയാണ് ജാർഖണ്ഡ്. ആ ജാർഖണ്ഡിൽ നിലവിലുള്ള സർക്കാരിനെ മാറ്റിക്കൊണ്ട് NDA സർക്കാരിന് തിരിച്ചു വരാനായിട്ട് സാധിക്കുന്നുണ്ട് എങ്കിൽ അതൊരു ഹ്യൂജ് പൊളിറ്റിക്കൽ വിക്ടറിയാണ്. ഹ്യൂജ് പൊളിറ്റിക്കൽ വിക്ടറി എന്നുള്ളത് മാത്രമല്ല, രാഷ്ട്രീയത്തിൻ്റെ മാത്രം ഭാഗമായിട്ടല്ല, നേരെ മറിച്ച് ഭരണനിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് BJP ചെയ്തിരിക്കുന്ന പല നയങ്ങളും അവിടെയുള്ള ജനങ്ങൾ അംഗീകരിക്കുന്നു എന്ന നിലയ്ക്ക് വേണം അതിനെ മനസ്സിലാക്കാൻ. കാരണം നമ്മുടെ നാട്ടിൽ പലപ്പോഴും BJP വിരുദ്ധരായിട്ടുള്ള ആൾക്കാരാണെങ്കിലും പ്രത്യേകിച്ച് മാധ്യമങ്ങളാണെങ്കിലും ഒരു സർക്കാരിനെതിരെ നടത്തുന്ന നടപടികളെയൊക്കെ തന്നെ അതിൽ ശരിയുണ്ട് എങ്കിൽ പോലും പൂർണ്ണമായ രീതിയിൽ അതിനെ ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാവില്ല. ഇതിനെയെല്ലാം തന്നെ ഭരണകൂട ഭീകരത എന്ന പേരിലേക്ക് ഒതുക്കുന്നതിന് വേണ്ടിയിട്ടോ ഈ ഏജൻസികളെയെല്ലാം തന്നെ സ്വന്തം നിലയ്ക്ക് അനാവശ്യമായിട്ട് തോന്നുന്നത് പോലെ ഉപയോഗിക്കുന്നു എന്ന രീതിയിലത്തേക്കോ ഒക്കെ തന്നെയാണ് പലപ്പോഴും വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ അങ്ങനെ എടുക്കുന്ന ഒരു ഡിസിഷൻ, ഗവേണൻസിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്ന എന്നാൽ പൊളിറ്റിക്കൽ കൂടിയായിട്ടുള്ള ഒരു ഡിസിഷൻ അവിടെയുള്ള ആൾക്കാർ ഫേവർ ചെയ്യുന്നു എന്ന രീതിയിലത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഫലം പിന്നീട് എന്താണ് സൂചിപ്പിക്കുക? BJP എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന, കേന്ദ്ര അന്വേഷണ ഏജൻസി എടുത്തിരിക്കുന്ന സ്റ്റെപ്പുകളെ വിൻഡിക്കേറ്റ് ചെയ്യുന്ന രീതിയിലത്തേക്കാണ്. അപ്പോൾ അവിടെയും ഞാൻ നോക്കുന്നത് ഏതാണ്ട് ഒരു ഫലമോ മറ്റോ ഒഴികെ ബാക്കിയെല്ലാം BJPക്ക് നല്ല രീതിയിലത്തേക്കുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള NDA അലയൻസിന് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലത്തേക്ക് ഉള്ള ഒരു സാധ്യത ഇവിടെ പറയുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ വരികയാണെങ്കിൽ ഈ 2 കോണ്ടെക്സ്റ്റിലാണ്. നമ്മൾ മഹാരാഷ്ട്രയെ കാണേണ്ടുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, അത് ഭരണം നിലനിന്ന് പോവുകയാണ്, അവരുടെ തന്നെ ഒരു പാർട്ട്ണറെയാണ് മുഖ്യമന്ത്രി അവിടെ ആക്കിയിരിക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന സഖ്യങ്ങളിലുള്ള പ്രശ്നങ്ങൾ, NCP പോലെയുള്ള പാർട്ടികളിലുള്ള പ്രശ്നങ്ങൾ, ഇതിനെയെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് അധികാരം നിലനിർത്താൻ അവർക്ക് സാധിക്കുകയാണ് എങ്കിൽ ജാർഖണ്ഡിൽ കാണുന്നത് അധികാരത്തിനെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ BJP നമ്മൾ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് BJPയെക്കുറിച്ച് ആൾക്കാർ പറഞ്ഞതെന്നാണ്, കഷ്ടിച്ച് മറ്റുള്ള പാർട്ടികളുടെ കരുണയിൽ 3ാം ടേമിലേക്ക് നരേന്ദ്രമോദി പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്നൊക്കെ പറയുമ്പോൾ അതിനുശേഷം ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പുകൾ അവർക്ക് നൽകുന്നത് ഈ രീതിയിലത്തേക്കുള്ള ഒരു റിസൾട്ട് ആണ് എങ്കിൽ, പൊളിറ്റിക്കലായിട്ടും അവരുടെ ഗവേണൻസിനുമുള്ള ഒരു എൻഡോഴ്സ്മെൻ്റ് ആണ് എങ്കിൽ ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വർദ്ധിത വീര്യമാണ്.
ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ തന്നെ അതിശക്തമായിട്ട് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ BJPയുടെ ഒരു എക്കോസിസ്റ്റത്തിനെ കൂടുതൽ പ്രാപ്തമാക്കുന്ന കാര്യമാണ്. ഒപ്പം മറ്റ് പ്രതിപക്ഷ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വാർണിംഗ് കൂടിയാണ്. കോൺഗ്രസിനൊക്കെ ഈ ഇന്ത്യ സഖ്യത്തിൽ നിൽക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ പല സഖ്യകക്ഷികളും സത്യത്തിൽ അവരുടെ സഖ്യകക്ഷികളല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CPM എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യത്തിലെ കോൺഗ്രസിൻ്റെ ഒരു സഖ്യകക്ഷിയാണ്. പക്ഷേ സത്യത്തിൽ അങ്ങനെയാണോ? CPMന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള, ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ ക്ലൗട്ടുള്ള കേരളം പോലെയുള്ള സംസ്ഥാനത്ത് അവരുടെ പ്രധാനപ്പെട്ട എതിർ പാർട്ടി എന്ന് പറയുന്നത് തന്നെ കോൺഗ്രസ്സാണ്. അപ്പോൾ ഇതൊരു കുടക്കീഴിൽ നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മഴയില്ല എങ്കിൽ അവരപ്പുറത്തേക്ക് മാറി നിൽക്കും, മഴയുള്ള സമയത്ത് ഈ കുടക്കീഴിലേക്ക് വന്ന് നിൽക്കും. ഇതേപോലെയുള്ള പാർട്ടികളാണ് ഈ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയാണെങ്കിലും NCP ആണെങ്കിലും അതേപോലെ ഈ JMM പോലെയുള്ള പാർട്ടിയാണെങ്കിലും ഒക്കെ തന്നെ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു വലിയ ദുരവസ്ഥ എന്ന് പറയുന്നത് ഇതിലൊരു ചീഫ് നെഗോഷിയേറ്ററോ ഇതിൻ്റെ ഒരു വല്യേട്ടനോ ആയി മാറാനായിട്ട് മറ്റു പാർട്ടികൾ പൂർണ്ണമായിട്ടും അനുവദിക്കുന്നില്ല എന്നുള്ളതുണ്ട്. അപ്പോൾ BJP രാഷ്ട്രീയത്തിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ സംസ്ഥാനങ്ങളിൽ നീക്കുപോക്കുണ്ടാക്കണം എന്നുള്ള ഒരു കാര്യത്തിലാണെങ്കിൽ ആ അലയൻസ് കുറച്ചുകൂടി ശക്തിപ്പെടണം എന്നുള്ള ഒരു താക്കീത് കൂടി ഒരുപക്ഷെ ഈ ഫലം കോൺഗ്രസിന് നൽകുന്നുണ്ടാവാം എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും. എന്തായാലും ഇതിൻ്റെ എല്ലാം ഉത്തരം 23-ാം തീയതി നമുക്കറിയാം. എന്ത് തന്നെയായാലും BJPക്ക് ഇത് വിജയിക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഒരു വലിയ നേട്ടമാവും, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു വലിയ നേട്ടമാവും എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും ഈ ചർച്ചയിൽ ഞങ്ങളോട് സഹകരിച്ചതിന് വളരെ നന്ദി ശ്രീജിത്ത് പണിക്കർ.